നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി വിബിസി ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. സംസ്ഥാന സർക്കാരിന്റെ മഴവെള്ള സംഭരണം ഭൂജല പരിപോഷണം എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ മഴവെള്ള സംഭരണി നിർമ്മാണോദ്ഘാടനവും മന്ത്രി പി.ജെ. ജോസഫ് നിർവഹിച്ചു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ മൂലമറ്റം ഡിവിഷൻ സമ്മേളനം നടന്നു. സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ജയചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ഹരിയാലി പദ്ധതി വഴി നടപ്പിലാക്കിയ മുള്ളരിങ്ങാട് വലിയ കല്ലുഞ്ചാൽ ചെക്ക് ഡാം ഉദ്ഘാടനം മന്ത്രി പി.ജെ. ജോസഫ് നിർവഹിച്ചു. മദ്യലഹരിയിലായ മുത്തശ്ശി ഉറങ്ങിക്കിടന്ന കൊച്ചുമകളുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി. ഗുരുതരമായി പൊള്ളലേറ്റ പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർഷക ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും വരാൻ പോകുന്ന രൂക്ഷമായ വരൾച്ചയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ അടിയന്തര നടപടികളും ദീർഘകാല പദ്ധതികളും ആവിഷ്കരിക്കണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി മാത്യു വർഗീസ്. കല്ലൂർക്കാട് വെള്ളാരങ്കല്ല് ഹോളി ഫാമിലി പബ്ലിക് സ്കൂൾ NOC പ്രഖ്യാപനവും വാർഷികാഘോഷവും രക്ഷകർത്ത ദിനവും നടത്തി. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ 2012-13 പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മഴവെള്ള സംഭരണം ഭൂജല പരിപോഷണം എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ മഴവെള്ള സംഭരണി നിർമ്മാണോദ്ഘാടനവും മന്ത്രി പി.ജെ. ജോസഫ് നിർവഹിച്ചു. ഒരു മഴവെള്ള സംഭരണി തീർന്ന ആ കുടുംബത്തിന് പിന്നെ ഒരു ദിവസം 100 ലിറ്റർ വെള്ളം വെച്ച് നമ്മുടെ അത്യാവശ്യ സാധനം ഉപയോഗിക്കാൻ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് കുടിക്കാനുള്ള വെള്ളം, പാചകത്തിനുള്ളത് 100 ലിറ്റർ വെള്ളം വെക്കുകയാണെങ്കിൽ 3 മാസത്തേക്ക് തികയും. ഏറ്റവും വലിയ വരൾച്ചയിൽ 3 മാസം, ആ 3 മാസത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. അപ്പം ഒട്ടും വെള്ളമില്ലാത്ത പ്രദേശങ്ങളിലാണ് ഇതിന്റെ പ്രയോജനം കിട്ടുന്നത്. പഞ്ചായത്തിന്റെ മെമ്പർമാരെല്ലാം നന്നായി സഹകരിക്കുന്നത് തീരണമെങ്കിൽ മഴവെള്ള സംഭരണി തീരേണ്ട ആവശ്യം ഓരോ വീട്ടുകാരന്റെ. അപ്പൊ അവരും കൂടെ കുറച്ച് മുൻകൈ എടുത്താൽ നമുക്ക് പണി തീർക്കാം. വേനൽക്കാണ് ഈ പണി തീരേണ്ടത്. അടുത്ത വർഷം പിന്നെ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ഈ പണി ഇപ്പോ ഇതുപോലൊരു സംഘടന ഏറ്റതുകൊണ്ടാണ് നടക്കുന്നത്. കുറെ നിന്ന് ചെയ്യുകയാണ്. നമുക്കിത് 350 വെള്ളൂടെ തീർക്കണം. അപ്പൊ അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് ഇപ്പൊ മെമ്പർമാർ പറയുകയുണ്ടായി, പണിയാൻ ആവശ്യമായ വെള്ളം കിട്ടുന്നില്ല. അതെങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച്. പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ രാമൻ അധ്യക്ഷത വഹിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. RPMU ഡയറക്ടർ ഡോക്ടർ സാബു വർഗീസ് പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NV വർക്കി നിരപ്പിൽ സ്വാഗതവും തിരുവനന്തപുരം മഴ കേന്ദ്രം മാനേജർ PK ജോണി നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന സെമിനാർ KSSS കോട്ടയം പ്രോഗ്രാം ഓഫീസർ സിറിയക് ജോസഫ് നയിച്ചു. KCC സോണൽ കമ്മിറ്റിയും YMCAയും സംയുക്തമായി ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് തൊടുപുഴയിൽ സെമിനാർ നടത്തി. കമ്മിറ്റി അംഗം പ്രൊഫസർ ഡോക്ടർ VS വിജയൻ സെമിനാർ നയിച്ചു. പ്രൊഫസർ ഫാദർ PV ജോസഫ്, ഫാദർ രാജൻ മോഡസ്, ഫാദർ PJ ജോസഫ്, മനോജ് കോക്കാട്ട്, TP ജോസഫ്, MC ജോയി, MN ജയചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മനുഷ്യന്റെ ആർത്തി മൂലമാണ് പ്രകൃതി ഈ തരത്തിൽ നശിച്ചത്. ഇനി നശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആർത്തി തന്നെയാണ്. ആർത്തിക്ക് ഒരിക്കലും ഒരതിരില്ല, അഹങ്കാരത്തിനും അതിരില്ല. ഇത് രണ്ടും കൂടെ ചേർന്നു, അഹങ്കാരവും ആർത്തിയും കൂടെ ചേർന്നുകൊണ്ടാണ് നശിക്കുന്നത്. കാരണം അത് മാറണമെങ്കിൽ ആത്മീയമായിട്ട് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് കൂടുതൽ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്, കൂടുതൽ സ്വത്ത് ഉണ്ടാക്കുക. എങ്ങനെ ഉണ്ടാക്കുന്ന പ്രശ്നമില്ല, കൂടുതൽ വേണം. ഒരു കാർ പോലെ 2 കാർ വേണം. ഒരു വീട്ടിൽ ചിലപ്പോൾ 3 കാർ കാണും. അപ്പോൾ കാറില്ലാത്തൊരു പരിസ്ഥിതിയെ കുറിച്ച് ആളുകൾക്ക് ആലോചിക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട്. എല്ലാവർക്കും കാർ. KSEB വർക്കേഴ്സ് അസോസിയേഷൻ മൂലമറ്റം ഡിവിഷൻ സമ്മേളനം നടന്നു.
തൊടുപുഴ ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ജയചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് പണിയെടുക്കുന്നവർക്ക് എതിരായി സമ്പന്നവർഗത്തിന്റെ നേതൃത്വത്തിൽ കടുത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കാരണം ഈ വർത്തമാന കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ കുറച്ച് വിശദാംശങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുമായി ബന്ധപ്പെടുന്ന കൂടുതൽ പ്രശ്നങ്ങൾ സംസാരിക്കും. ഈ 1991 നമ്മുടെ ലോകത്ത് ഉണ്ടായ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെയും കിഴക്കൻ യൂറോപ്പിലെ കാലം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ഡിവിഷൻ വൈസ് പ്രസിഡന്റ് സന്തോഷ് തോമസ് അധ്യക്ഷത വഹിച്ചു. VK രാജീവ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. CK ഹുസൈൻ, PB ഗോപകുമാർ, KB ഉദയകുമാർ, VS അജിത് കുമാർ, M സതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയും തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി വിദ്യാഗോപാല മന്ത്രാർച്ചനയും ജ്ഞാനദായക മഹായജ്ഞവും നടത്തി. തൊടുപുഴ കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ब्रह्मज्योति महेश्वरी व्यापि चराचरी സർവജ്യോതി മഹേശ്വരി परव्यापि परव्यापि सर्वव्यापि चराचरी स्वयं ब्रह्मज्योति महेश्वरी ब्रह्मज्योति महेश्वरी ആയുരാരോഗ്യവർദ്ധനം सर्वदुःख विनाशाय दिव्यज्योति नमस्ते. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ഹരിയാലി പദ്ധതി വഴി നടപ്പിലാക്കിയ മുള്ളിരിങ്ങാട് വലിയ കല്ലുംചാൽ ചെക്ക് ഡാം ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. കിണറുകളും ഒക്കെ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ കണ്ണിനും കരളിനും കുളിര് പകരുന്ന ഒന്നാണ് ഈ വലിയ കല്ലുംചാൽ ചെക്ക് ഡാം. ഇത്രയും വെള്ളം 700 മീറ്റർ മുകളിലേക്ക് വെള്ളമുണ്ട്. എനിക്ക് നിവേദനം കിട്ടിക്കഴിഞ്ഞു. ആൾക്ക് സൈഡ് കെട്ടി കുളിക്കടവ് കൂടി ഉണ്ടാകണം. അപ്പുറത്തും ഇപ്പുറത്തും ഓരോന്നേ പോലെ രണ്ട് കുളിക്കടവ്. അപ്പൊ അടുത്ത വർഷത്തെ ഇറിഗേഷൻ ഫണ്ട്, മൈനർ ഇറിഗേഷൻ ഫണ്ടിൽ പെടുത്തി അതിന് സൈഡ് കെട്ടാനും കുളിക്കടവ് ഉണ്ടാക്കാനും അനുവാദം നൽകുന്നതാണ്. ഈ വേനൽ കേരളത്തിൽ നല്ല മഴയുള്ള ഒരു സംസ്ഥാനമാണ്. ഈ വർഷം മഴ കുറഞ്ഞു പോയി. 10 കൊല്ലത്തിലൊരിക്കൽ, എൻ്റെ ഒരു ഓർമ്മയിൽ 10 കൊല്ലത്തിലൊരിക്കൽ വരൾച്ചയുണ്ട്. അതൊഴിച്ചുള്ള വർഷങ്ങളിൽ നല്ല മഴയുണ്ട്. എന്നാലും 5 മാസക്കാലം വരൾച്ചയാണ്. ആ വരൾച്ചക്കാലത്ത് ജനങ്ങൾക്ക് വെള്ളം, പ്രത്യേകിച്ച് കുളിക്കാൻ ഉള്ള വെള്ളം കിട്ടണമെങ്കിൽ അത്യാവശ്യം ഇതുപോലെയുള്ള ചെക്ക് ഡാം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CB ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ മെമ്പർ CB ജോസഫ്, GG തോമസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ, വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് KP വർഗീസ്, വാർഡ് ബ്ലോക്ക് മെമ്പർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹയർ സെക്കൻഡറി 1ാം വർഷ 2ാം വർഷ പരീക്ഷകൾക്ക് തുടക്കമായി. 13 ദിവസങ്ങളിലായാണ് പരീക്ഷ ടൈം ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലകളിലും വി-ഹെൽപ്പ് കേന്ദ്രങ്ങളും തുടങ്ങിയിട്ടുണ്ട്. +1 വിഭാഗത്തിൽ 4,36,184 വിദ്യാർത്ഥികളും +2 വിഭാഗത്തിൽ 3,86,100 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. എക്സാം വളരെ എളുപ്പമായിരുന്നു. ഇംഗ്ലീഷ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. എല്ലാ ചോദ്യങ്ങളും ജയിക്കാനുള്ള മാർക്ക് കിട്ടും. മദ്യലഹരിയിലായ മുത്തശ്ശി ഉറങ്ങിക്കിടന്ന കൊച്ചുമകളുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി. ഗുരുതരമായി പൊള്ളലേറ്റ പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോലാനി പാറക്കടവ് പുത്തമ്പുരക്കൽ ശെൽവത്തിന്റെ മകൾ ദേവി ശെൽവത്തിനാണ് പൊള്ളലേറ്റത്.
ശെൽവത്തിന്റെ അമ്മ ഭവാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉരുകിയൊലിച്ച പോളിസ്റ്റർ വസ്ത്രങ്ങൾ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് തീ ആളിപ്പടരുമ്പോൾ പ്രാണനായി ഒന്ന് കേണപേക്ഷിക്കാൻ പോലും മദ്യലഹരിയിലായിരുന്ന മുത്തശ്ശി ദേവിയെ അനുവദിച്ചില്ല. ആദ്യ നിലവിളി ഉയർന്നതോടെ കുട്ടിയുടെ വായ് പൊത്തിപ്പിടിച്ചാണ് ഭവാനി എന്ന മുത്തശ്ശി ദേവിയുടെ ആർത്തനാദത്തിന് വിലങ്ങിട്ടത്. പിന്നീട് കുട്ടിയിൽ നിന്നുയർന്ന ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. പുറത്തേക്ക് വന്നത് ഞരങ്ങലും മൂളലും മാത്രം. വീടിനുള്ളിൽ മദ്യപിച്ചുകൊണ്ടിരിക്കെയാണ് കൊച്ചുമകളായ ദേവിയുടെ ദേഹത്ത് ഭവാനി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത്. അടുക്കളയിലാണ് ക്രൂരകൃത്യം അരങ്ങേറിയത്. പൊള്ളലേറ്റ പെൺകുട്ടിയുടെ മുടിയും വസ്ത്രത്തിന്റെ ഭാഗങ്ങളും അടുക്കളയിൽ ചിതറിക്കിടപ്പുണ്ട്. കുട്ടി നിലവിളിച്ച് മരണവേപ്രാളം കാട്ടിയതോടെ ഭവാനിയും പരിഭ്രമത്തിലായെന്ന സൂചനയുണ്ട്. ഇവർ തന്നെയാണ് കുട്ടിയുടെ ദേഹത്ത് വെള്ളമൊഴിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചതെന്നാണ് കരുതുന്നത്. വണ്ണപ്പുറത്തെ വൈദ്യുതി സബ്സ്റ്റേഷൻ നിർമ്മാണത്തിനായി കൃഷി വെട്ടിമാറ്റിയ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. നഷ്ടപരിഹാരം നൽകുന്നതിൽ വൈദ്യുതി ബോർഡ് അധികൃതർ നിസ്സംഗത പുലർത്തുകയാണെന്നാണ് ആക്ഷേപം. സബ്സ്റ്റേഷൻ നിർമ്മാണത്തിനായി കൃഷി വെട്ടിമാറ്റിയ കർഷകർ നഷ്ടപരിഹാരം ലഭിക്കാതെ ദുരിതത്തിൽ. ഉടുമ്പന്നൂർ 110 kV സബ്സ്റ്റേഷനിൽ നിന്ന് വണ്ണപ്പുറം 33 kV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി ലൈൻ വലിക്കുന്നതിന് വേണ്ടിയാണ് 200-ലധികം കർഷകരുടെ കൃഷി വെട്ടിമാറ്റിയത്. ലൈൻ കടന്നുപോകുന്ന ദിശ കൂടാതെ വശങ്ങളിലേക്ക് 4 മീറ്റർ വ്യാപ്തിയിലാണ് മരങ്ങൾ വെട്ടിമാറ്റിയത്. തുടക്കത്തിൽ എതിർപ്പുമായി ആളുകൾ രംഗത്തെത്തുകയും ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വൈദ്യുതി ബോർഡ് അധികൃതർ കർഷകരുമായി ചർച്ച നടത്തുകയും 6 മാസത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുമെന്ന് ഉറപ്പു നൽകുകയുമായിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നഷ്ടം കണക്കാക്കാൻ പോലും അധികൃതർ തയ്യാറായില്ല. 10-ന് സബ്സ്റ്റേഷൻ ഉദ്ഘാടനം നടക്കാനിരിക്കെ കൃഷി നഷ്ടപ്പെട്ട കർഷകർ സമരത്തിനൊരുങ്ങുകയാണ്. തൊമ്മൻകുത്ത് പാരിഷ് ഹാളിൽ ചേർന്ന കർഷക കൂട്ടായ്മ സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. അഗസ്റ്റിൻ വട്ടക്കുന്നൽ പ്രസിഡന്റ്, ജോസഫ് ആന്റണി പാലത്തിങ്കൽ ജനറൽ കൺവീനർ, ജോർജ് മുണ്ടക്കാവിൽ, പീറ്റർ അങ്ങാടിയത്ത്, നാരായണൻ ഞാണിത്തോട്ടത്തിൽ, ബെന്നി പാറയിൽ എന്നിവരടങ്ങുന്ന 51-അംഗ സമരസമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. 150-ാം വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് സമൂഹ സൂര്യ നമസ്കാരം നടന്നു. മണക്കാട് ഗ്രൗണ്ടിൽ നടന്ന സമൂഹ സൂര്യ നമസ്കാരം തൊടുപുഴ ജനമൈത്രി പോലീസ് SI PA അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. തപസ്യ കലാ സാഹിത്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മനോജ്, N അനിൽ ബാബു, CB വർഗീസ്, PG ജയകൃഷ്ണൻ, PK രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. 160ഓളം പേർ സൂര്യ നമസ്കാരത്തിൽ പങ്കെടുത്തു. ഇവിടെ ഇന്നത്തെ ദിവസം നമ്മൾ സൂര്യ നമസ്കാരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. വെരി ഗുഡ്. ഓക്കെ, എന്താണ് സൂര്യ നമസ്കാരം? എന്താണ് ഇതിന്റെ പ്രസക്തി? നമുക്കറിയാം, ഭൂമിയുടെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നിയന്ത്രിക്കുന്ന 2 പ്രധാന ശക്തികളാണ് ഉള്ളത്. എന്തൊക്കെയാ? ഏതൊക്കെയാണ് നമ്മുടെ ഈ ഭൂമിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്? അല്ലേ? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുകയും വികർഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ. കർഷക ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും വരാൻ പോകുന്ന രൂക്ഷമായ വരൾച്ചയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ അടിയന്തര നടപടികളും ദീർഘകാല പദ്ധതികളും ആവിഷ്കരിക്കണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി മാത്യു വർഗീസ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജനങ്ങൾ വൻതോതിൽ കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. വേനൽക്കാലം വരുമ്പോൾ കിണറുകളും കുളങ്ങളും ഒക്കെ നന്നാക്കി എന്നൊരു കണക്കുണ്ടാക്കി വെക്കുന്നതല്ലാതെ വേറെ ഒന്നും ഒരു കാലത്തും ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള വരൾച്ചയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. ഇപ്പോഴും വരൾച്ച രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് വരൾച്ചയുണ്ടാക്കുന്ന യൂക്കാലിയും ഗ്രാൻഡീസും പ്രാർത്ഥനയും അടക്കമുള്ള മരങ്ങളും ചെടികളും സംരക്ഷിക്കുന്ന ജോലിയാണ് ഗവൺമെൻറ്റും വിശേഷിച്ച് വനം വകുപ്പും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജില്ലയുടെ മലയോര മേഖലകളിലെ യൂക്കാലിയും ഗ്രാൻഡീസും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. സംസ്ഥാന സർക്കാരിന്റെ മഴവെള്ള സംഭരണം ഭൂജല പരിപോഷണം എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ മഴവെള്ള സംഭരണി നിർമ്മാണോദ്ഘാടനവും മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ മൂലമറ്റം ഡിവിഷൻ സമ്മേളനം നടന്നു. സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ജയചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു.
ഏലന്തശം ബ്ലോക്ക് പഞ്ചായത്ത് ഹരിയാനി പദ്ധതി വഴി നടപ്പിലാക്കിയ മുള്ളരിങ്ങാട് വലിയ കല്ലുഞ്ചാൽ ചെക്ക് ഡാം ഉദ്ഘാടനം മന്ത്രി പി ജെ ജോസഫ് നിർവഹിച്ചു. മദ്യലഹരിയിലായ മുത്തശ്ശി ഉറങ്ങിക്കിടന്ന കൊച്ചുമകളുടെ ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി. ഗുരുതരമായി പൊള്ളലേറ്റ പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർഷക ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും വരാൻ പോകുന്ന രൂക്ഷമായ വരൾച്ചയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ അടിയന്തര നടപടികളും ദീർഘകാല പദ്ധതികളും ആവിഷ്കരിക്കണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി മാത്യു വർഗീസ്. കല്ലൂർക്കാട് വെള്ളാരങ്കല്ല ഹോളി ഫാമിലി പബ്ലിക് സ്കൂൾ NOC പ്രഖ്യാപനവും വാർഷികാഘോഷവും രക്ഷകർത്ത ദിനവും നടത്തി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.